എൻ്റെ കയ്യിലുണ്ടല്ലോ കുറച്ച് സൺഗ്ലാസ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ എവരിവൺ, യു ആർ വാച്ചിങ് ജസ്റ്റ് ബീൻ മനീഷ. ഒരു 3 days കഴിഞ്ഞാൽ ഓണമാണ്. അപ്പോൾ എന്താണ് ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ? എന്താണ് നിങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തോ? അതോ നിങ്ങൾ ഓണത്തിന് നാട്ടിൽ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ഓണം പ്ലാൻസ് എന്താണെന്ന് എന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ തവണ എൻ്റെ ഓണം നാട്ടിലാണ് കേട്ടോ. സോ യെസ്, അപ്പോൾ എന്തായാലും ആ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. യെസ്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺഗ്ലാസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ സൺഗ്ലാസ് ഇത്രയും വലിയൊരു പാർട്ടായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ലതുപോലെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഞാൻ അത് ഭയങ്കരമായിട്ടും ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം എനിക്ക് ബെറ്റർ ഫീലാണ്. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി എനിക്ക് മൈഗ്രെയിൻ മാറുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് മൈഗ്രെയിൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് സൺലൈറ്റ് തീരെ പറ്റത്തില്ല. തീരെ എന്ന് പറഞ്ഞാൽ ഈ നോർമലായിട്ടുള്ള സൺലൈറ്റ്സ് ഒക്കെ എനിക്ക് ഓക്കെയാണ്. ലൈക്ക് ഒരു സൺസെറ്റ് ടൈം അങ്ങനെ ഭയങ്കര ഹാർഷായിട്ടുള്ള സൺലൈറ്റ് അല്ലാതെ ഭയങ്കര മൈൽഡായിട്ടുള്ള സൺലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ നട്ടുച്ചയ്ക്ക് ഒരു 12 മണി 2 മണി ആ ഒരു ടൈമൊക്കെ ഞാൻ സൺഗ്ലാസ് ഇല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ മൈഗ്രെയിൻ ആയിട്ടേ തിരിച്ചെടുത്തുള്ളൂ. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഒരു 2-3 ദിവസം ഞാൻ കണ്ടിന്യൂസ് കിടക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു സ്റ്റേജാണ്. കാരണം മൈഗ്രെയിൻ വരുന്നവർക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ലൈക്ക് ഇതേപോലെ സൺലൈറ്റ് ഇഷ്യൂ ആണെന്നും പിന്നെ അതേപോലെ എനിക്ക് ഷുഗർ കുറയ്ക്കണമായിരുന്നു. പിന്നെ ഡീഹൈഡ്രേഷനും ഒരു പാർട്ടാണ് മൈഗ്രെയിൻ വരാൻ എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. സോ യെസ്, അപ്പോൾ എനിക്ക് ഈ അപ്പോൾ എനിക്ക് സൺഗ്ലാസ് ഇല്ലാതെ പരിപാടി നടക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു സൺഗ്ലാസ് ഇല്ലാതെ നടക്കത്തില്ല, വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ സൺഗ്ലാസ് മാക്സിമം യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സൺഗ്ലാസ് എന്ന് പറഞ്ഞ സംഭവം. അതിന് മുമ്പൊക്കെ സൺഗ്ലാസ് യൂസ് ചെയ്യും. പക്ഷേ അതൊക്കെ പറഞ്ഞാൽ ഞാൻ അന്നൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഡ്രസ്സിനൂടെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴത്തേക്ക് സ്റ്റൈൽ ചെയ്യാൻ ആ ഒരു പ്രായത്തിൽ പണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് എൻ്റെ ജീവിതത്തിനൊരു ഭാഗമായി മാറും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് സൺഗ്ലാസ് ആയിരുന്നു റേബാൻ്റെ സൺഗ്ലാസ്. ഇത് ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സൺഗ്ലാസിനെ പറ്റി A to Z ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാൻ പാടില്ല, സോ സൺഗ്ലാസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്രയും അത്യാവശ്യം ആയതുകൊണ്ട് മൈഗ്രെയിൻ ഉള്ളതും കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചൊരു സൺഗ്ലാസ് ആയിരുന്നു റേബാൻ. അപ്പോൾ അവിടെ പോയി ഞാൻ ഒരു 4-5 ട്രയൽ ചെയ്തു. എനിക്ക് അതിൽ നിന്ന് തോന്നി ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. കാരണം എനിക്ക് മൈഗ്രെയിൻ വരാൻ പാടില്ല, എനിക്ക് അതിൽ നിന്ന് ഒരു മോചനം വേണം എന്ന ഉദ്ദേശത്തോടെ ഞാൻ ഇപ്പോൾ എടുത്തൊരു ഗ്ലാസ് ആയിരുന്നു ഇത്. ഞാൻ അന്നൊക്കെ 2-വീലർ അത്യാവശ്യം നല്ലതുപോലെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് അത്യാവശ്യമായിരുന്നു. സത്യം പറഞ്ഞാൽ 2-വീലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സേവ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഈ റേബാൻ്റെ ഈ ഒരു ഗ്ലാസ്. പക്ഷേ ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് നോക്കാം, ഇതെനിക്കൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഒരു സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ കാണിക്കും, മനസ്സിലാവും. ഈ ഒരു സൈഡ് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ കറക്റ്റാണ്. ഈ ഒരു സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം എനിക്കൊന്ന് ഇത് നമുക്ക് അവിടെ തന്നെ ഷോറൂമിൽ തന്നെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് ശരിയാക്കണം. കാരണം ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരുപാട് നാളായി, 1 വർഷത്തോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഗ്ലാസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ സൺഗ്ലാസ് കളക്ഷൻസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഈ ഒരു ബ്രാൻഡ് എനിക്ക് കാണിക്കണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇത് എന്തായാലും നമുക്ക് ശരിയാക്കാം. ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കും. ഞാൻ വച്ച് കാണിക്കാം. എടാ, ഈ സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സൈഡ് ഒരു ഇതുണ്ട്, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സൈഡ് കറക്റ്റാണ്. ഈ സൈഡ് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ശരിയാക്കണം. സത്യം പറഞ്ഞാൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സൺഗ്ലാസ് ആണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഒരു ബ്രാൻഡഡ് സൺഗ്ലാസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക റേബാൻ ആണെന്ന് തോന്നുന്നു. ആണോ? അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, നമുക്കിതിനെ ഭദ്രമാക്കി വെക്കാം.
സൺഗ്ലാസ് യൂസ് ചെയ്യുമ്പം ഒരു സൺസെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സൺസെറ്റ് വൈബൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു വിസിബിലിറ്റി സൺസെറ്റ് വൈബൊക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ റേബാൻ്റെ ഗ്ലാസ്സും അങ്ങനെയാണ് കേട്ടോ, ഒരു സൺസെറ്റ് വൈബാണ് നമുക്ക് ഇടുമ്പോൾ. എനിക്ക് പൊതുവേ സൺസെറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ആ ഒരു വിസിബിലിറ്റി കിട്ടുമ്പോൾ നല്ല രസം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ സൺഗ്ലാസ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിലെ എൻ്റെ ഏറ്റവും 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 ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൺഗ്ലാസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ റേബാൻ എടുത്തതിന് ശേഷം എടുത്തിട്ടുള്ളൊരു സൺഗ്ലാസ് ആണ്. ഇത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് ലുലു സൺഗ്ലാസ് ഹട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് ഞാൻ ഈ റേബാൻ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ലൈക്ക് എനിക്ക് സൺഗ്ലാസിനെ പറ്റിയിട്ട് വലിയ നോളജൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസിന് റേബാൻ ചേരത്തില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്കന്ന് എൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ മൈഗ്രെയിൻ മാറണം, അത് മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ നാൾ എനിക്കത് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബ്രാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലാത്ത ലോക്കലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് എത്ര ഓടാനാണ്. പിന്നെ അത് മാത്രമല്ല അങ്ങനത്തെ ഫ്രെയിംസൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് അത്ര സ്ട്രെയിൻ ചെയ്യുന്നതും നമ്മുടെ ഐസിൻ്റെ പവറിന് കുറേ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ നല്ലത് ഇൻവെസ്റ്റ് ചെയ്തതിന് കുറേ നാൾ ഓടുമല്ലോ. സോ അങ്ങനെയാണ് ഞാൻ റേബാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാറ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വല്ല ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ഫേസിന് ചേരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സൺഗ്ലാസ് വേണമെന്ന്. അപ്പോൾ കുറേ നാൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സൺഗ്ലാസ് ഹട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ കാഷ്വലായിട്ടൊന്ന് കയറി ഞാൻ സ്റ്റോറിലൊന്ന് കയറി നോക്കിയപ്പോൾ ഞാൻ എടുത്ത എൻ്റെ കയ്യിൽ, നിങ്ങൾ എൻ്റെ പല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റാണ് വീഡിയോസിൽ കണ്ടത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എൻ്റെ ബുൾഗാരിയുടെ സൺഗ്ലാസ്. ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെയാണ്. ഞാൻ മേടിച്ചിട്ട് എത്ര വർഷമായെന്നറിയാമോ. സ്റ്റിൽ ഞാൻ ഭയങ്കര സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന പോലെ ഞാൻ അതേ രീതി പാക്ക് ചെയ്തെല്ലാം വെക്കാറുണ്ട്. സോ യെസ്, ഇതാണ് ബുൾഗാരിയുടെ സൺഗ്ലാസ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ ബോക്സ് അത്യാവശ്യം മെസ്സായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും ഈ ഒരു ബോക്സായിട്ട് കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ആണ് ഇതിന്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ യെസ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് എൻ്റെ പാക്കേജിങ് വരുന്നത്. ഇനി ഒരു പൗച്ചും കൂടി വരുന്നുണ്ടായിരുന്നു. യെസ്, ഇത് കിടക്കും. ഈ ഒരു പൗച്ചും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ കൂടുതലും ക്യാരി ചെയ്യാറുള്ളത്. കാരണം എനിക്ക് പേടിയാണ്. കാരണം അല്ലാതെ നോർമൽ ഇങ്ങനത്തെ പൗച്ചിലൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും വെക്കുമ്പോൾ കയറി ഇരിക്കുകയോ പൊട്ടുമോ എന്നുള്ള എനിക്ക് പേടി. കാരണം ഇങ്ങനത്തെ ബോക്സസ് ആകുമ്പോൾ നമ്മൾ കയറി ഇരുന്നാലും എവിടെ ഇരുന്നാലും സേഫായിട്ട് സൺഗ്ലാസ് ഇരിക്കും. സോ ഞാൻ ഇങ്ങനത്തെ ബോക്സസ് ആണ് കൂടുതലും, അതിൻ്റേതായ ബോക്സസ് തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. സോ യെസ്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. യെസ് ഗൈസ്, ഇതാണ് എൻ്റെ ബുൾഗാരിയുടെ സൺഗ്ലാസ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടോ, ഒരു ഗോൾഡ്, ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. സോ ഒരു ഗോൾഡ് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നല്ല രസമാണ്. ഇതങ്ങോട്ട് നോക്കും. ഇത് ഓവർ സൈസ്ഡ് ക്യാറ്റ് ഐ എന്ന് പറയും കേട്ടോ. സോ ഇതാണ്. ഇതുണ്ടല്ലോ, പോണിറ്റെയിലൊക്കെ ചെയ്തിട്ട് ഇതങ്ങ് സ്റ്റൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഡാർക്ക് ഗ്രേ ഉണ്ടല്ലോ, ആ ഒരു വിസിബിലിറ്റി നമുക്കിത് കിട്ടുക. പക്ഷേ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇപ്പം ഞാൻ എവിടെ പോയാലും ഞാൻ ഈ ഒരു സൺഗ്ലാസ് ആണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു ബുൾഗാരി ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇത് ഓവർ സൈസ്ഡ് ക്യാറ്റ് ഐ ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ക്യാറ്റ് ഐ സൺഗ്ലാസ് നന്നായിട്ട് ചേരും എന്ന്. നമുക്ക് ഇത് ഇങ്ങനെ സേഫാക്കി വെക്കാം. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഒന്നും പറയുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എല്ലാം കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സൺഗ്ലാസ് കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങളെല്ലാം കാണുന്ന ബ്രാൻഡ്സ് ആയിരിക്കും. കാരണം എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഭയങ്കരമായിട്ട് റഫായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് കുറേ നാൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എപ്പോഴും എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, പക്ഷേ എന്നാൽ ആണെന്നും പറയാം. അതായത് ഞാൻ ഭയങ്കരമായിട്ട് റഫായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ബ്രാൻഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതല്ല എനിക്ക് അങ്ങനെ വലിയ യൂസ് ഇല്ല, വല്ലപ്പോഴൊക്കെ ആണ്ടിലൊരിക്കലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ ഞാൻ ബ്രാൻഡ് കോൺഷ്യസ് ഒന്നുമല്ല, ഞാൻ അങ്ങനെ സാധാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ സൺഗ്ലാസസ് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം മൈഗ്രെയിൻ്റെ ഇഷ്യൂവും കൊണ്ടും പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും സ്കൂട്ടി യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ അല്ലാതെ കാഷ്വലായിട്ട് പോകുമ്പോഴാണെങ്കിലും എനിക്ക് ഈ സൺലൈറ്റ് എന്ന് പറയുന്ന എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യം സൺലൈറ്റാണ്. അപ്പോൾ എനിക്ക് എപ്പോഴെന്ന് വെച്ചാലും സൺഗ്ലാസസ് വേണം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്താലേ എനിക്ക് ഫ്യൂച്ചറിൽ അത് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ ഞാൻ സാധാ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നല്ലോ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഷൂട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണുമല്ലോ, അതൊന്നും ഞാൻ ബ്രാൻഡ്സ് ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഷൂട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1-2 ടൈമൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, പിന്നെ യൂസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആയിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ അപ്പോൾ ഇനി എൻ്റെ തേർഡ് സൺഗ്ലാസ് ഞാൻ കാണിച്ചു തരാം. തേർഡ് വൺ പ്രാഡ. ഈ സൺഗ്ലാസ് അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഈ പറയുന്നതല്ല, ഞാൻ സൺഗ്ലാസ് ഹട്ടിൽ പോയി പിന്നെ ഞാൻ സൺഗ്ലാസ് ഹട്ടിൻ്റെ കട്ട ഫാനായി മാറി. കാരണം അവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ബ്രാൻഡ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നമ്മുടെ ഫേസിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ബുൾഗാരി എടുത്തപ്പോൾ ഞാൻ പിന്നെ സൺഗ്ലാസ് ഹട്ടിൽ, ഞാൻ എപ്പോൾ ലുലു പോയാലും ഞാൻ ഞാൻ സൺഗ്ലാസ് ഹട്ടിൽ ഞാൻ കയറി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ സൺഗ്ലാസ് ഹട്ടിൽ വേറെ എന്തെങ്കിലും പുതിയ കളക്ഷൻസ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴാണ് പ്രാഡ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രാഡ ഈ ഒരു ഷെയ്ഡ് അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടു, ഓക്കെ ഇതും നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, അങ്ങനെ മേടിച്ചൊരു ഷെയ്ഡാണ്. പക്ഷേ നേരത്തെ കാണിച്ച ആ ബുൾഗാരിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ പറയുന്നില്ല ഭയങ്കര ബോസി ലുക്ക്, അങ്ങനത്തെ ഒക്കെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ആ ഗ്ലാസ് വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ലുക്കായിരിക്കും. ഇതും ഇങ്ങനത്തെ ഒരു ബോക്സിൽ വരുന്നുണ്ട്, 2 ബോക്സാണ്. ഭയങ്കര പാക്കേജിങ് ആണ് കേട്ടോ, ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അപ്പോൾ സോ ഇതാണ് പ്രാഡ. ഓക്കെ, ഈ ഗ്ലാസ് ഞാൻ എടുക്കാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സൺഗ്ലാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇടുമ്പോഴത്തേക്കും വിസിബിലിറ്റി എന്ന് പറയുന്ന ഭയങ്കര സൺസെറ്റ് വൈബാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സൺഗ്ലാസ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫ്രെയിമൊക്കെ കാണാൻ നല്ല രസമാണ്, നല്ല അടിപൊളി ഫ്രെയിമാണ് എൻ്റെ. ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിലെ ഏറ്റവും അവസാനത്തെ സൺഗ്ലാസ് ആണ്. ഇത് ജിമ്മി ചൂൻ്റെ സൺഗ്ലാസ് ആണ്. ഈ സൺഗ്ലാസ് എങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് സൺഗ്ലാസ് ഇല്ലാണ്ട് പറ്റാണ്ട് ആവുന്നൊരു സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സൺഗ്ലാസ് എപ്പോഴും എനിക്ക് വേണം. പക്ഷേ നിങ്ങൾ അതിനെ പല വീഡിയോസിൽ നോക്കുമ്പോൾ നിങ്ങൾ ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത് കാണത്തില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മാക്സിമം സൺഗ്ലാസ് അങ്ങനെ ഇട്ട് ഞാൻ സംസാരിക്കാറില്ല. ചില ദിവസം നമ്മൾ ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ദിവസങ്ങളൊക്കെ വരും. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നൊരു ഗ്ലാസ് വെച്ചാൽ മാത്രം മതി, കണ്ണൊന്നും എഴുതണ്ട. ഒരു ഗ്ലാസ് ഒരു ലിപ്സ്റ്റിക് ഇട്ടാലും വേറൊരു ലുക്കായിരിക്കും അതും. അപ്പോൾ നമുക്ക് ഭയങ്കര ഫേസിൽ ഭയങ്കര ടയേർഡ്നെസ് ഒന്നും ഫീൽ ആവത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ടയേർഡ് ആവുന്ന ദിവസം എന്നാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ ആ ടയർഡ്നെസ് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം ഒരാൾ മനസ്സിൽ കണ്ടിട്ട് ഈ വർഷത്തെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഈ ജിമ്മി ചൂ. സത്യം പറയാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ ജിമ്മി ചൂ വേണമെന്നൊന്നും അല്ലായിരുന്നു കേട്ടോ ആഗ്രഹം. എനിക്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡ് മേടിക്കണം എന്നുള്ളൊരു കാര്യത്തിലാണ്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ജമ്പ് ചെയ്ത് മേടിക്കാറില്ല. എനിക്കങ്ങനെ മേടിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ മേടിക്കാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ താൽക്കാലികമായി ഞാൻ വേറെ ഒന്ന് മേടിച്ച് വെച്ചിട്ട് പിന്നെ അത് മേടിക്കാവുന്ന രീതിയിലും ഞാൻ വെക്കാറില്ല. ഞാൻ അത് പയ്യെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് അത് മേടിക്കാറേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് വേണം എന്നുണ്ടായിരുന്നുള്ളൂ. അത് ഏത് ബ്രാൻഡ് വേണമെന്നോ ഒന്നും ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിൽ കണ്ടത് ആൾ മാനത്ത് കണ്ടു എന്ന് പറയുന്നതല്ല, എനിക്ക് ജിമ്മി ചൂ കിട്ടി. ഇതും ഞാൻ പല വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ ഗ്ലാസ്.
ഒരാളായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ഐ കോണ്ടാക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ണി നോക്കി ആരോട് സംസാരിച്ചാലും സംസാരിക്കാറുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത്, അതായത് മറ്റേ ക്ലാസ്സസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സൺലൈറ്റൊക്കെ വരുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അങ്ങനത്തെ ഒക്കെ ഒരു പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു വോക്കിന് പോകുന്ന സമയത്ത്, ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത്, ഔട്ട്ഡോർ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ആണ് അത്. അല്ല എനിക്ക് ഇൻഡോർ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ആരെങ്കിലുമായിട്ട് ഇതേപോലെ ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കാൻ പറ്റുന്നൊരു സൺഗ്ലാസ് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഗ്ലാസ്സാണ് ഇത്. ഇത് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കാണാൻ പറ്റും, കണ്ടോ? പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ലൈറ്റ് പിങ്കിഷ് അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സൺഗ്ലാസ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് സ്റ്റൈൽ ചെയ്തിട്ട് നല്ലൊരു ബ്ലഷും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ ഭയങ്കര ഫ്രഷ് ലുക്കാണ് ഈ ഒരു സൺഗ്ലാസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇതും ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ഇതൊക്കെയാണ് എൻ്റെ സൺഗ്ലാസ് കളക്ഷൻസ്. നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഏത് സൺഗ്ലാസ് ആണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് എന്നും കൂടി. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അത് ട്രയൽ ചെയ്ത് എൻ്റെയൊക്കെ റിവ്യൂ പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ അത് പർച്ചേസ് ചെയ്ത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളാരും ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഇത്രയും എൻ്റെ കഥ കേട്ട് നിന്നതിന് താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെ ഓരോ ടൈമും ഭയങ്കര വാല്യുബിളാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ ഓണം നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യെസ്, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയെല്ലാം ഓണം വ്ളോഗ്സൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ യെസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.